മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയിൽ പവാർ കുടുംബത്തിൽ അവ്യക്തത എന്ന വാർത്ത വരികയാണ്. സുനേത്ര പവാറിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് അറിയില്ല എന്ന് ശരത് പവാർ പ്രതികരിച്ചു. വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ശരത് പവാറും സുപ്രിയ സുലെയും പങ്കെടുക്കില്ല. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബാലു, ഈ ശരത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം ആരായിരിക്കണം ഇനി അടുത്ത ഉപമുഖ്യമന്ത്രി പദത്തിലേക്കെന്നുള്ള ചർച്ചയിൽ വലിയ ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ പാർട്ടി അണികളിൽ നിന്നൊക്കെ തന്നെ ഭാര്യയുടെ പേര് ഉയർന്നു കേട്ടു. ഇന്നിപ്പോൾ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്ന ഒരു സമയത്ത് എന്ത് അവ്യക്തതയാണ് ഇതുമായി ബന്ധപ്പെട്ട് പവാറിന്റെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ പവാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്? അപ്പോൾ ഈ കൂടിയാലോചനകളോ മറ്റൊന്നും അങ്ങനെ ആ രീതിയിലൊന്നും അല്ലെങ്കിൽ ആലോചനകളോ ഒന്നും നടന്നിട്ടില്ല. പവാറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതികരണത്തെ നമ്മൾക്ക് ഈ അവസാന നിമിഷം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ട് വരുന്ന ഈ നിലപാട് സംബന്ധിച്ച് എങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വരും? പ്രജീഷ, ഇന്ന് വൈകിട്ട് സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന റിപ്പോർട്ടുകളായിരുന്നു ഇന്നലെ NCP അജിത് പവാർ വിഭാഗം നേതാക്കൾ നൽകിയിരുന്നത്. ഛഗൻ ഭുജ്ബാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്നലെ അങ്ങനെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പവാർ കുടുംബത്തിനുള്ളിൽ വലിയ തോതിലുള്ള അവ്യക്തത നിലനിൽക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം നേരത്തെ അജിത് പവാർ ജീവിച്ചിരുന്ന സമയത്ത് ഈ ശരത് പവാർ അജിത് പവാർ വിഭാഗങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിനുള്ള ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ാം വാരം ഈ ലയന സമ്മേളനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളായിരുന്നു. ഈ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ അധികാരം സംബന്ധിച്ചുള്ള, അതായത് മഹാരാഷ്ട്രയിൽ ആര്, ദേശീയ തലത്തിൽ ആര് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില ധാരണകൾ ഈ രണ്ട് നേതാക്കളും തമ്മിൽ, അജിത് പവാറും ശരത് പവാറും തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പവാർ കുടുംബവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഇന്നലെ ഈ സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള ഈ അജിത് പവാർ വിഭാഗത്തിന്റെ തീരുമാനം സംബന്ധിച്ച് ശരത് പവാറോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായോ ചർച്ച നടന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരത് പവാർ തന്നെ ഇന്ന് ഈ സത്യപ്രതിജ്ഞ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നാണ് ഇന്ന് രാവിലെ ഈ ബാരാമതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പ്രതികരണം പവാറിന്റെ ലഭ്യമായിട്ടുണ്ട്, അതിലേക്ക്. सुनेत्र पवार का नाम आगे ढकेलने से फांसी की उनकी जीवन हमारे अलग है। पर क्या आपके परिवार के है, आपका परिवार इसमें काफ़ी क्लोजली इन्वॉल्व है? परिवार के समस्या हो तो साथ देने के लिए है, अगर बाकी परिवार के सुने। पर क्या आपको कोई एतराज़ है सुनेत्र पवार जी का नाम आगे ढकला गया? ശരത് പവാറിന്റെ പ്രതികരണമാണ് കേട്ടത്. നമ്മൾ ബി ബാലഗോപാലുണ്ട്. ബാലു, ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വഴിവെക്കുന്ന ഒരു പ്രതികരണം വരുമ്പോൾ, നേരത്തെ അജിത് പവാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലയനം സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂചനകളായി പുറത്തേക്ക് വന്നിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ വരുന്ന ഈ ഒരു അപസ്വരത്തിന് എത്രത്തോളം രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട് പവാർ കുടുംബത്തിൽ? ഈ ലയനത്തിൽ തന്നെ വലിയ തോതിലുള്ള പ്രാധാന്യം ഈ അവ്യക്തതയ്ക്കുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അജിത് പവാറുമായി ബന്ധപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ അജിത് പവാറിന്റെ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്ന് അജിത് പവാർ മരിച്ചു പോകുന്നു. അതിനുശേഷം ഈ ഒരു വാക്യൂം ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സുനേത്ര പവാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആയില്ല എങ്കിൽ ഒരുപക്ഷെ ലയനത്തിന് ശേഷം ശരത് പവാർ ആ പാർട്ടിയിൽ പിടിമുറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു ആശങ്ക അജിത് പവാറിനോടൊപ്പം ഉണ്ടായിരുന്ന പല നേതാക്കൾക്കും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ തിടുക്കപ്പെട്ട് സുനേത്ര പവാറിനെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. സുനേത്ര പവാർ ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് അജിത് പവാറിന്റെ മകൻ പാർത്ഥ പവാറിന് നൽകുവാനും ഏതാണ്ട് ആ പാർട്ടിക്കുള്ളിൽ ധാരണയായിരുന്നു. പക്ഷേ ഈ ശരത് പവാർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ സംബന്ധിച്ച ഒരു ധാരണ വേണമെന്നാണ് ഈ അജിത് പവാർ വിഭാഗം പറയുന്നത്. അതല്ല എങ്കിൽ ശരത് പവാർ വീണ്ടും പാർട്ടിയുടെ നേതൃത്വത്തിലാവും, പിന്നീട് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാകും കാര്യങ്ങൾ നടക്കുക. ആ ആശങ്ക മറികടക്കുന്നതിനായിട്ടാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഉൾപ്പെടെ വളരെ വേഗത്തിൽ നടത്തുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരുന്നത്. ഏതായാലും ഇതിനോട് ശരത് പവാറിന് തൃപ്തിയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്ത ഈ വാചകങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രജി.